നിങ്ങളെല്ലാരും വിചാരിക്കും രമേശേട്ടൻ പറഞ്ഞ പോലെ ഈ ഭീകര ലുക്കും വെച്ചിട്ട് എന്നാ കോമഡി പറയാനാണ്. കാണാൻ ഒരു ഭീകര ലുക്ക് ഉണ്ടെന്നുള്ളൂ. മാടപ്രാവിന്റെ മനസ്സാണ് കേട്ടോ എനിക്ക്. ശംശിനെങ്കിൽ രമേശനോട് ചോദിച്ചാൽ മതി. ആള് മണെങ്കിൽ ഡയാനച്ചോട് ചോദിച്ചാൽ മതി. ഡയാനി സത്യം മാത്രമേ പറയുള്ളൂ. പൈസ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. ഹലോ ഹായ് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ നെയിമാണല്ലോ പടയ്ക്കാറ്. പക്ഷെ ഞാൻ ഇവിടെ പടയ്ക്കാൻ പോകുന്ന ടോപ്പിക് തന്നെ എൻ്റെ നെയിമാണ്. പ്രായം കൊണ്ട് ഇതുവരായിട്ടും പെൻഷൻ പറ്റിയിട്ടില്ലെങ്കിലും പേര് കൊണ്ട് ഒരുപാട് തവണ പെൻഷൻ പറ്റിയിട്ടുള്ള മാസമായിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള എൻ്റെ നെയിമാണ് ജോസ്. അത് ഞാന് അക്ഷരങ്ങൾ JOSE. അപ്പൊ ഞാനിവിടുത്തെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമിക്കിന് വന്നപ്പോൾ എൻ്റെ 22-ാം വയസ്സിൽ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ജോസ്, സിംഗിൾ ആട്ടോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു, കൈയടിച്ചു. ഞാൻ വിചാരിച്ച എൻ്റെ തമാശ കേട്ടാന്നാണ്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ തമാശ കേട്ടതല്ല, ഒരു കൂട്ടം സിംഗിൾസിന്റെ രോദനായിരുന്നു എന്ന്. പക്ഷെ ഇപ്പൊ എൻ്റെ സിംഗിൾ എന്നുള്ള സ്റ്റാറ്റസ് ഒക്കെ മാറിയിട്ടോ. ഇപ്പൊ ഞാൻ കമ്മിറ്റഡ് ഒക്കെ ആയിട്ടില്ല. 25 വയസ്സ് കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്തവരൊക്കെ സിംഗിൾ എന്ന് സ്റ്റാറ്റസ് വയ്ക്കാൻ പാടില്ലാത്ത റൂള് അൺമാരീഡ് എന്ന് വെക്കണം. ഇപ്പൊ എൻ്റെ പേര് ജോസ്, അൺമാരീഡ് ആണ് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന്റെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരുപാട് പേരേക്ക് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു, ഡാ പെണ്ണ് കെട്ടണില്ലേ? എന്നോട് കെട്ടുന്നില്ല 2 സ്പെല്ലിങ് മാറ്റി ഞാൻ തിരിച്ചയച്ചു കൊടുത്തു. ഡാ പെണ്ണ് കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വലുതായി കഴിഞ്ഞാൽ ഏതെങ്കിലും പാവം പിടിച്ചൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതെങ്കിലും പെൺകുട്ടികൾ ഈ പാവം പിടിച്ച എന്നെ ഒന്ന് കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ സോറി, ഞാൻ പെട്ടെന്ന് സ്ത്രീ വിഷയത്തിലേക്ക് കടന്നില്ല. എൻ്റെ പേരെന്ന വിഷയം നിങ്ങൾക്കത് കേൾക്കാനായിരിക്കും താല്പര്യം. പക്ഷേ എനിക്ക് സ്ത്രീകളെ പറ്റി സംസാരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഒരു താല്പര്യമില്ല. ഈ പെൺകുട്ടികളൊന്ന് കേൾക്കുന്നതേ കലിപ്പ. ഒരു 10 സെക്കൻഡ് നിങ്ങൾ കണ്ണടച്ച കണ്ണീര് കൊടുത്തിട്ട് ബാക്കി പറയാം. പിന്നെ ഞാൻ പുതിയ ക്ലാസ് ഒക്കെ വെച്ചിട്ട് രമേശ് ചേട്ടാ, പവർ ക്ലാസ് ആണ്. കൂളായ പീപ്പിൾസ് വെക്കും കൂളിംഗ് ക്ലാസ്, പവർഫുൾ പീപ്പിൾസ് വെയർ പവർ ക്ലാസ്. കണ്ണട ഓടി കഴിഞ്ഞാൽ പിന്നെ പവർ കട്ടാണ്. അപ്പം നമ്മളെന്താ പറഞ്ഞാൽ ജോസ്, നമുക്ക് സ്ലാങ് ഒന്ന് ചെറുതായിട്ട് കയറ്റി പിടിക്കാം. എൻ്റെ പേര് ജോസ്, എൻ്റെ മാമോദിസ് പേരാട്ട ജോസ്. എൻ്റെ അപ്പാപ്പൻ്റെ നെയിമാണ് ഈ ജോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഓൾഡായിട്ടുള്ള നെയിം എനിക്ക് ഗെറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോറി റീസൺ ഹിയർ ചെയ്യണമെങ്കിൽ നമ്മളൊരു 10-25 ഇയേഴ്സ് ബിഫോർ വേണം. അതായത് എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് എൻ്റെ അപ്പൻകടിയാണ്. ആളെൻ്റെ മാമോദിസ പേര് എന്നെ ഒഫീഷ്യൽ നെയിമായിട്ട് കൊടുത്തു, ജോസ്. എൻ്റെ ചേച്ചിയുടെ മാമോദിസ പേര് എന്ന് പറയുന്നത് ആനി എന്നാണ്. ഞങ്ങളുടെ അമ്മാമ്മയുടെ പേരാട്ടി ആനി എന്നുള്ളത്. അവളെയും കൊണ്ട് ചേർത്തത് അപ്പൻകടിയുണ്ട്. അവളുടെ ഒഫീഷ്യൽ നെയിമും ആനി തന്നെയായിട്ട് മാറി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞു പ്രായത്തിൽ തന്നെ നേരെ വൃദ്ധസ്ഥാനത്തിലേക്ക് ജോയിൻ ചെയ്യാറുന്നു. അന്ന് എനിക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പൻകടിയോട് ചോദിച്ചിരുന്നു, പ്രഭു ക്യാ ഹുവാ. പക്ഷെ എൻ്റെ ചേട്ടനെ കൊണ്ട് ചേർത്ത് എൻ്റെ അമ്മയായോണ്ട് ചേട്ടന് ഇത്തിരി ന്യൂജൻ പേരാണ് കിട്ടിയത്, റിജോ. അപ്പനെന്ന് അടിച്ച് ഓഫായി കിടന്നുകൊണ്ട് ചേട്ടൻ മാസ് ജസ്റ്റ് എസ്കേപ്ഡ് ബിക്കോസ് ചേട്ടൻ്റെ മാമോദിസ പേര് എന്ന് പറയുന്നത് ലോനപ്പെന്നായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, എൻ്റെ മാമോദിസ പേര് ഇങ്ങനെ ലോനപ്പെന്നായിരുന്നെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ നെയിം ഇപ്പോൾ ലോനപ്പെന്നായിരുന്നു. അപ്പൊ ഡയാനേച്ചി ഇവിടുന്ന് വിളിച്ചു പറയും, അടുത്തായി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടി വരുന്ന തൃശ്ശൂരിൽ നിന്ന് ലോനപ്പൻ. ദാറ്റ് വാസ് ഇൻക്രെഡിബിൾ. അതിനെൻ്റെ 1-ാം ക്ലാസ്സിന്റെ ആദ്യത്തെ ദിവസം ടീച്ചർ വന്നിട്ട് ചോദിച്ചു, ആരോട് ഒരു ജോസ്? അപ്പൊ ഞാൻ തോളത്ത് സ്കൂബിയുടെ ബാഗും കഴുത്തൊരു വാട്ടർ ബോട്ടിലും പിന്നെ വായിൽ വെച്ചിട്ട് ക്യൂട്ടായിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാനും ജോസ്. അപ്പൊ ടീച്ചർ ഒന്ന് അടിമുടി ഒന്ന് സ്കെച്ച് ചെയ്തു. എന്നിട്ട് ഒരു ടോക്ക, നീ ആർന്നടാ ജോസ്? നിന്നൊന്ന് കാണാൻ വേണ്ടി വിളിച്ചാടാ. എൻ്റെ അപ്പൻ്റെ നെയിമും ജോസ് എന്നാണ്. പ്ലേ ദ മ്യൂസിക്. കാല് പിടിക്കേ കള്ളു കുടിക്കേ കഴുത്തിന് പിടിക്കേ നീ മോയം മോയെ മോയം മോയെ മോയം മോയെ. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പിന്നെ ഹൈസ്കൂൾ കാലഘട്ടം ഗെയിം. അപ്പോൾ നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിലെ ഫ്രണ്ട്സ് എല്ലാം പരസ്പരം അഭിസംബോധന ചെയ്യുക റെസ്പെക്റ്റോടെ സർനെയിം വിളിച്ചിട്ടാണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെ വിളിക്കുക, അതായത് അപ്പൻ്റെ പേര് വിളിക്കുക എന്നറിയാം. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ പോയിട്ട് ജോസിനെ അറിയോ ചോദിച്ചാൽ അവർക്കറിയില്ല. പക്ഷെ എൻ്റെ അപ്പൻ്റെ നെയിം പറഞ്ഞാണല്ലോ, എടാ ഗൊമ്മാളം അവനെ നീയാ എപ്പിടി ഇരിക്കടാന്ന് ചോദിക്കുക. അതാണ് സർനെയിമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ലോക്കി ജോസ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോനിലാട്ട വേറെ ഒരു ജോസ് മോനാണ്. ഇവരെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ 8-ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ മാഷ് ക്ലാസ്സിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് പ്രസന്റ് വിളിക്കാൻ തുടങ്ങി. ജോസ് ജോസ് രണ്ടോട്ടം വിളിച്ചു. ഞാൻ കേട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ മാഷ് കയറി കലിപ്പായി, ആരുടെ ജോസ് എവരുടെ ജോസിന്റെ കലിപ്പായി. അത് ഈ ലോക്കി ജോസിന് ഇഷ്ടമായില്ല. അവൻ വിചാരിച്ചത് അവൻ്റെ അപ്പനെ വിളിക്കാന്നാ. അവൻ അറിയില്ലല്ലോ അവൻ്റെ തണ്ടയുടെ നെയ്മുള്ളവർ ക്ലാസ്സിലിരിക്കുന്നുണ്ടെന്ന്. അവന്ന് നിന്ന നിൽപ്പില് ജെറ്റിലാത്ത സൂപ്പർമാൻ്റെ പോലെ വല വിട്ട് പറഞ്ഞു മാഷിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്നു. എന്നിട്ട് മാഷിന്റെ ചെണ്ട പോലെയുള്ള മണ്ട നോക്കി മണ്ടക്കിട്ട് ചെണ്ട കൊട്ടുന്ന പോലെ ഡുണ്ടുണ്ടക്കട ഡുണ്ടക്കട ഡുണ്ടെന്ന് പറഞ്ഞിട്ട് 2 കൊട്ട കൊട്ടി കിട്ടിയതും മാഷ് വെട്ടിയിട്ട ബാഴത്തൊണ്ട് പോലെ പിറകിലേക്ക് കുട്ടാട്ടാ എന്ന് പറഞ്ഞ പോലെ മലന്നടിച്ചു വീണു. അവൻ്റെ അപ്പനൊരു ചെണ്ടതവാനായിരുന്നു. വിദ്വാൻ. ഈ കാഴ്ച കണ്ടിരുന്ന ക്ലാസ്സിലെ പിള്ളേരെല്ലാം ഒരേ സ്വരത്തിൽ ചോദിച്ചു, ലോക്കി എന്നടാ പണ്ണി വെച്ചിരിക്കുക. അതിനുശേഷമാണ് LCU കൺഫേംഡ് ആവുന്നത്. ലോക്കി സർക്കിളി. എൻ്റെ പേര് ജോസ് എന്നായോണ്ടും 2 അക്ഷരമുള്ളതുകൊണ്ടും അവസാനം ഇസ് 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 എന്ന് പ്രൊണൗൺസിയേഷൻ ഉള്ളതുകൊണ്ടും ഞാൻ പോണ വയ്ക്ക് ആരെങ്കിലും ബാക്കിൽ നിന്ന് മൂക്ക് എന്ന് ചീറ്റ് കഴിഞ്ഞാൽ ഞാൻ വിളി കേൾക്കും. ഞാൻ കേൾക്കുന്നത് ജോസെ ജോസെ എന്ന് വിളിക്കണതാ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും
മൂക്ക് ചീറ്റന്റെ പകരം എന്തിനാ വായോണ്ട് ശബ്ദം ഉണ്ടാക്കുന്നത്? നീരുവിച്ചേട്ടാ ചീറ്റി കഴിഞ്ഞ ഇവിടെ ജലപ്രളയം നടക്കും. അല്ലെങ്കിൽ ശൂഷ് എന്ന് വിളിച്ചാൽ ഞാൻ ആരെങ്കിലും വിളിക്കില്ലേ രമേശ് ചേട്ടാ? അങ്ങനെ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നപ്പോൾ എൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. സഭാം കൊണ്ട് ആ തലതിരിഞ്ഞവനെ എന്നാണ് വിളിക്കാറ്. എൻ്റെ പേരും തലതിരിച്ചിട്ട് ഞാൻ തീരുമാനിച്ചു. എൻ്റെ JOST എന്നുള്ളത് തലതിരിച്ചിട്ട് ESOJ എന്നാക്കി എൻ്റെ ബയോളജിക്കൽ നെയിം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇസോജ് ജോസ് എന്നാട്ടോ. അല്ല ഒരറിയും ചെറുതല്ല എന്നാണല്ലോ. കേട്ടെ അപ്പോൾ ഞാൻ ആദ്യത്തെ ഓഡിഷൻ കോളിനോട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താ പേരും ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബയോളജിക്കൽ നെയിം എന്നെ പറഞ്ഞു ഇസോജ്. ഞാൻ പറഞ്ഞത് ഇസോജ് എന്നാണെങ്കിലും ഇവർ കേട്ടത് ഈശോ എന്നാണ്. അവിടെ വന്നപ്പോൾ സെക്യൂരിറ്റി ചേട്ടനൊക്കെ ഭയങ്കര ഭയഭക്തി റിസീവ് ചെയ്തു. ബിക്കോസ് ആളുടെ കണ്ണിൽ ഞാൻ ഒരു ദൈവപുത്രനാണ്.